ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ഒരു സ്നാക്ക് അഥവാ പെട്ടെന്ന് തന്നെ ഊണ് കഴിക്കാൻ പാകത്തിന് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ഒരു ഡിഷാണ്. ഈ ഒരു റെസിപ്പി ബാച്ചിലേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാം. അതേപോലെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ട് വിഭവങ്ങളൊക്കെ, അതായത് നല്ല ടേസ്റ്റിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്തായാലും നല്ലൊരു ചോയ്സ് തന്നെയാണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ എഗ്ഗ് മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ തോടൊക്കെ നന്നായിട്ട് അടർന്ന് പോരാനായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായി തള വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്തു മാറ്റാം. ചൂടാറിന് ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ തൊണ്ടൊക്കെ പൊളിച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ എഗ്ഗ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഷേപ്പൊക്കെ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ഒന്നല്ലാന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഈ എഗ്ഗ് ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരുപാടൊന്നും അറിയേണ്ട, ഒരു 20% ഉള്ളിലേക്ക് കയറിയാൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയും ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്തായാലും ചേർക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ചെറുതായി നുറുക്കിയെടുത്ത 1/2 സബോള. ഇത് ഫ്രൈ ചെയ്യാനോട്ട് അധികം സബോളയൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം സബോള മതി. 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇട്ട് കൊടുക്കാൻ പാകത്തിന് മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഈ എഗ്ഗിനെ ഈ മസാല കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ മസാലയിട്ടൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മസാല എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും ഇതേപോലെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ എഗ്ഗ് മസാല ഫ്രൈ. അതേപോലെ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ആർക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ട വരില്ല. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ എഗ്ഗ് മസാല ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.